ഹലോ, അപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കാനായിട്ട്. അപ്പോൾ ഞാനും കിടു റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വെള്ളിയങ്കല്ലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ മഴക്കാറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ അടുത്ത് തന്നെയുള്ള പറക്കുളം കുന്നത്തേക്ക് പോകാമെന്നിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല കേട്ടോ ഇവിടേക്ക്. ഇവിടെ വന്നിരിക്കുക വൈകുന്നേര സമയത്ത് നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരും ഉണ്ടാവാറുണ്ട്. പിന്നെ നല്ല കാറ്റും നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ മഴ പെയ്യുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് കിടുവിന് അതുമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ടർക്കി വെച്ചിട്ട് തലയിൽ കെട്ടി കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം, അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്ന് പറയാനാട്ടാ. അപ്പോൾ അവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ പറന്ന് പോണ പോലേക്ക് ഇന്ന് തോന്നുകയാണ്. അങ്ങനെ കിടുവിനും അത് നല്ല സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ അവിടെ കുറേ ചില്ലുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ കിടുവിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ കിടുവിന് അവിടെ കുറേ കുട്ടികൾ ബോൾ കളിക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കരയിൽ തുടങ്ങിയിട്ട് അങ്ങോട്ട് കൈ കാണിച്ചിട്ട് കരയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം പോയി നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോരുമ്പോൾ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ കിടു തലയിൽ കൈ വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് വിചാരിച്ചിട്ട് തോന്നുന്നു തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ മഴക്കാറും ഉണ്ടായിരുന്നു, പിന്നെ ഇരുട്ടുമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോരുമ്പോൾ കുന്നത്ത് ഒരു ഐസ്ക്രീം വണ്ടി കണ്ടു. അപ്പോൾ തന്നെ കിടു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കാണിക്കൽ തുടങ്ങി. അപ്പോൾ നമ്മൾ കിടുവിന് ഇതൊരു ഐസ്ക്രീം ഒന്നും കൊടുത്തിട്ടില്ല, കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഉണ്ടായത്.